ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര അമ്പൂരിയിലേക്കാണ്. പോകുന്ന വഴിയുള്ള മാടശ്ശേരി വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലവും പന്തപ്ലാവ് മൂടുമൊക്കെയാണ് നമ്മളിന്ന് സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്. പോകുന്ന വഴിയിലൊക്കെ തന്നെ പഴയ ക്ഷേത്രങ്ങളും കാവുകളും അത്തരത്തിലുള്ള വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഈ പന്തപ്ലാമൂട്, കുമ്പിച്ചൽ കടവ്, അതുപോലെ തന്നെ അമ്പൂരി. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് പന്തപ്ലാമൂട് പാലത്തിലാണ്. ഈ ഭാഗത്തെത്തുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. മഴക്കാലത്താകുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഭംഗി വളരെ ഇരട്ടിയാണ്. കാരണം ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ അരുവി പോലെയാണ് ഇത് ഒഴുകുന്നത്. ഈ കാഴ്ചയ്ക്കും ഭംഗി വേറൊന്നാണ്. എന്നാൽ മഴക്കാലമാകുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം നിറഞ്ഞ് നല്ല പച്ച കളറിലുള്ള വെള്ളം പോലെ നിൽക്കുന്നു. ഇത് നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ ഏരിയയാണ്. വളരെ ഭംഗിയൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ക്യാമറ ഓഫ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. കാരണം ക്യാമറയിൽ കാണുന്ന കാഴ്ചകളെക്കാളും കൂടുതലും ആണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോഴുള്ള കാഴ്ച. രണ്ടും വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നത്. ദൂരെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ സ്വന്തം ജില്ലയിലെ ഇത്തരം മനോഹരമായ കാഴ്ചകൾ കാണാതെ പോകുന്നുണ്ട്. ഇതൊക്കെയാണ് തീർച്ചയായും നമ്മൾ കാണേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വളരെ നാച്ചുറലായിട്ടുള്ളൊരു പ്രകൃതി ഭംഗിയൊക്കെയാണ്. ഇത് രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപ്പാലമാണിത്. ഇതിൽ കൂടെ ഓട്ടോറിക്ഷ വളരെ ഇടുങ്ങിയും ഞെരുങ്ങിയൊക്കെയാണ് പോകുന്നത്. പോകുന്ന സമയത്ത് നമുക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ടൂ വീലറെല്ലാം ഈ പാലത്തിൽ കൂടെ പോകും. നമ്മൾ വളരെ ഒതുങ്ങി നിന്ന് കൊടുക്കണം. വളരെ മനോഹരമാണ്. ഇതിന് ഒരു ചരിത്രം തന്നെ പറയാനുണ്ട്. ഇത് 2010 തോന്നുന്നു 15 ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ചൊരു പാലമാണിത്. ഏകദേശം 10-16 പില്ലറൊക്കെ ഉള്ളൊരു പാലമാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത് കോടികളാവും ഈ പാലം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ. വളരെ മനോഹരമായ ഒരു കാഴ്ചയെന്ന് എത്ര നമ്മൾ പറഞ്ഞാലും മനസ്സിലാവില്ല. അത്ര വളരെ മനോഹരമാണ്. ഈ കാണുന്നത് മലയൊക്കെയാണ്. ഇവിടുത്തെ വെള്ളമായാലും ആ മലകളിൽ നിന്ന് ഒഴുകുന്ന വളരെ നല്ല തണുത്ത ശുദ്ധജലമാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് അതിൻ്റെ പരിസരത്തെല്ലാം കിട്ടുന്നത്. ചെറിയ ചെറിയ അരുവികളൊക്കെ വന്ന് ചേർന്നിട്ടുള്ളതാണ്. മഴക്കാലമാകുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമൊക്കെയാണ്. നമുക്ക് കുറച്ച് സമയം ഈ ശബ്ദങ്ങളെല്ലാം മാറ്റി വെച്ച് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ കിളികളുടെ ശബ്ദവും അരുവികളുടെ ശബ്ദവും അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു പ്രകൃതിയുടെ ഒരു സംഗീതം തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും. അത് വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും പറഞ്ഞ് പ്രകടിപ്പിക്കാൻ കഴിയാത്തതാണ് ഇവിടെ ഉള്ള ഒരു അന്തരീക്ഷം. ഇപ്പോൾ നമ്മൾ കുമ്പിച്ചൽ കടവിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ശാന്തത നമ്മളൊന്ന് കേട്ട് നോക്കണം. നാച്ചുറൽ സൗണ്ടാണ് ഇവിടെ ഉള്ളത്. പക്ഷികളുടെ ശബ്ദവും കാറ്റിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക്, ഇതൊക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ അന്തരീക്ഷം നേരിട്ട് നമുക്ക് അനുഭവിച്ചാൽ അതിൻ്റെ ഭംഗി മനസ്സിലാകൂ. ഇവിടെയൊക്കെ വൈകുന്നേരം സമയത്ത് വന്നിരുന്ന നല്ലൊരു സൂര്യാസ്തമയ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബത്തോടൊപ്പമോ അതുപോലെ തന്നെ നമുക്ക് സുഹൃത്തുക്കളോടൊപ്പമോ ഒക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് വളരെ നന്നായിട്ട് വളരെ സന്തോഷകരമായി നമുക്ക് ചിലവഴിക്കാനൊക്കെ സാധിക്കും ഇവിടെ വന്നിരുന്ന. സത്യത്തിൽ കേരളത്തിൻ്റെ സൗന്ദര്യം വളരെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും മാത്രമല്ല ഉള്ളത്. ഇങ്ങനെയുള്ള ചെറിയ ഗ്രാമങ്ങളിലും നദീതീരങ്ങളിലൊക്കെയാണ് ആ സൗന്ദര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതെന്ന് വേണം നമ്മൾ കരുതുന്നത് മാത്രമല്ല, അതാണ് സത്യം. കാരണം ഈ കാഴ്ചകൾ അത്ര വളരെ മനോഹരമാണ്. ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ വളരെ മനോഹരമാണ്. വൈകുന്നേര സമയങ്ങളിൽ വന്ന് പച്ചയായ കുറേ മനുഷ്യരുടെ ജീവിതങ്ങളൊക്കെ നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും. വളരെ ടെൻഷൻ പിടിച്ച ആ ഒരു ജീവിതത്തിന് നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് വന്ന് വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്ന് ചിലവഴിച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ വന്നിരിക്കുമ്പോൾ വളരെ ദൂര കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. മലകളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉള്ളൊരിതുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമപ്രദേശമായ അമ്പൂരിയും പന്തപ്ലാമൂടും കുമ്പിച്ചൽ കടവ് പാലവും എല്ലാം ഉള്ള ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഈ അമ്പൂരിയിൽ കാണാൻ കഴിയുന്നത്. ഈ ഒരു യാത്ര എന്തായാലും നമുക്ക് വരുന്നതിൽ വെറുതെ ആകില്ല. ഇവിടെ ധാരാളം ഭക്ഷണശാലകളൊക്കെ ഉണ്ട്. വളരെ രുചികരമായ ആഹാരമൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ ഈ കുമ്പിച്ചൽ കടവ് പാലത്തിൻ്റെ മുകളിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ ദൂര കാഴ്ചകളൊക്കെ കിട്ടും. പ്രത്യേക ഒരു അനുഭൂതിയൊക്കെയാണ് നമ്മൾ ഇവിടെ വരുന്നത്. നമുക്ക്
പറഞ്ഞറിയിക്കാനാകാത്ത ഒരു അനുഭവമൊക്കെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ കുമ്പിച്ചൽ കടവ് പാലത്തിന് മുകളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കൊണ്ടകെട്ടി മല, കാളിമലയൊക്കെ ഇതിന് മുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും വളരെ വ്യക്തമായി തന്നെ. ഈ മലകളിൽ നിന്ന് വരുന്ന അരുവികളൊക്കെയാണ് ഈ കുമ്പിച്ചൽ കടവ് പാലത്തിനടിയിലൂടെ പോകുന്ന നദിയായി ഉത്ഭവിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ അമ്പൂരി, അതുപോലെ തന്നെ പന്തപ്രാമൂട് പാലം, കുമ്പിച്ചൽ കടവ് പാലം, അതിന് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഇന്നത്തെ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നിങ്ങൾ മുമ്പ് വന്നിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി